നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. ജോവർ മില്ലറ്റ് ഇഡലിയും അതിന് സൈഡ് ഡിഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ചട്നിയും. മില്ലറ്റ്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ബോഡി വെയിറ്റ് കുറക്കാനും ഒക്കെ അരിക്കും ഗോതമ്പിനും പകരം മില്ലറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് കഴിക്കുന്നത് ഹെൽത്തിയാണ്. ഇതിനു മുമ്പ് ഞാൻ മില്ലറ്റ്സിൻ്റെ വേറെ 2 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഈ ഇഡ്ഡലിയും ചട്നിയും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ജവാർ മില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ജവാർ മില്ലറ്റ്, കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് 1/3 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 6 മണിക്കൂറോ ഓവർനൈറ്റോ കുതിർത്ത് വെക്കാം. ജവാർ മില്ലറ്റും ഉഴുന്നും ഉലുവയൊക്കെ കുതിർത്ത് വെച്ചത് 6 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് ഒരു 1/3 കപ്പ് വെള്ളം അവല് കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർത്ത് വെച്ചാണ്. ഇത് വെള്ളം ഊറ്റിയെടുക്കാം. അവല് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ജാറിലേക്ക് ഇടാം. ഈ അവലിന് പകരം ചോറെടുത്താലും മതി. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കുന്നതിന്റെ കുറച്ച് താഴെ ഭാഗം വരെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ കട്ടി. അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി അടച്ച് പൊങ്ങി വരാൻ വേണ്ടി 8 മുതൽ 10 മണിക്കൂർ വരെ വെക്കാം. ഇനി ഇഡലിക്ക് സൈഡ് ഡിഷ് ആയിട്ട് ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കാം. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് നേർത്ത കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ബീട്രൂട്ട് കനം കുറച്ച് നേർത്ത കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകൂട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ 2 പിരിയൽ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായിരിക്കും. എരിവ് വേണ്ടുന്നവർ സാധാ മുളകും കൂടി എടുക്കാം. ഇതിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വറുത്തെടുത്തത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് മുറിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് വഴറ്റാം. ഇതിൽ നേരത്തെ വറുക്കാൻ എടുത്തതിന്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അത് തന്നെ ഇട്ട് വഴറ്റുന്നത്. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയ ശേഷം അടച്ച് തീ കുറച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പം അടച്ച് പോവാൻ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എല്ലാം അരച്ചെടുക്കണം. ആദ്യം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മുളകും കൂടെ വറുത്തത് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് മാത്രം ആദ്യം അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ചേർക്കത് ചേർക്കാം. ഒരു ചെറിയ ഉരുള പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കാം. പുളി വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാതെ മുഴുവനോടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇത്ര കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ടി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉണ്ടാക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം.
നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പം ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതിന് ചട്ടിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ബീട്രൂട്ട് ചട്നി റെഡിയാണ്. അരച്ച് വെച്ചിട്ട് ഇപ്പം 10 മണിക്കൂറിൻ്റെ അടുത്തായി. ഇപ്പം നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഏകദേശം 10 മണിക്കൂർ വേണ്ടി വരും. ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഇല്ലത് മാവ്. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഡലിത്തട്ട് വെച്ചു കൊടുക്കാം. ഇഡലിത്തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവിന്ന് ഒരു തവി കൊണ്ട് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇഡലി പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. ഇനി പുറത്തേക്ക് എടുക്കാം. ഇഡലി പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇതിനെ അടർത്തിയെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ജവാർ ഇഡ്ഡലി റെഡിയാണ്. ഇതിനി നേരത്തെ ഉണ്ടാക്കിയ ബീട്രൂട്ട് ചട്നീൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്